ഇരിട്ടി ടൗണിൽ ഒക്ടോബർ 1 മുതൽ നടപ്പിലാക്കുന്ന ഗതാഗത പരിഷ്കരണത്തിന് മുന്നോടിയായാണ് നഗരസഭയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തിയത്. ഇരിട്ടി മേലെ സ്റ്റാൻഡ് മുതൽ പൈഞ്ചേരിമുക്ക് വരെ റോഡരികിൽ വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നതിനെതിരെയും ഫുട്പാത്ത് കൈയടക്കി കച്ചവടം നടത്തുന്നതിനെതിരെയും കാൽനടയാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുവാനും ടൗണിൽ എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും സാധന സാമഗ്രികൾ വാങ്ങിക്കുവാനുമുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭയും പോലീസും ചേർന്ന് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത, വൈസ് ചെയർമാൻ പി ഉസ്മാൻ, ഇരിട്ടി CI കെ കുട്ടികൃഷ്ണൻ, വ്യാപാരി പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ടൗണിൽ പരിശോധന നടത്തിയത്. ദീർഘനേരം ടൗണിൽ റോഡരികിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പോലീസ് പിഴ ചുമത്തും. കൂടുതൽ സമയം നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് വിവിധ ഇടങ്ങളിലായി പേ പാർക്കിംഗ് സംവിധാനം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡ്, പഴയ പാലം, മേലെ സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് പാർക്കിംഗ് സംവിധാനമുള്ളത്. ടൗണിലെത്തുന്ന ആളുകൾക്ക് സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്നത് എന്ന് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പറഞ്ഞു. നമ്മളെ ട്രാഫിക് പരിഷ്കരണം 2 പ്രാവശ്യമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ എത്ര പരിശ്രമിച്ചിട്ടും ട്രാഫിക് ഒരു വലിയ ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ബാധ്യതയൊന്ന് മാറ്റാൻ വേണ്ടി ഇപ്പോൾ രണ്ടാമതിലും യോഗം വിളിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും, വ്യാപാരികളും, അതുപോലെ ഓട്ടോ തൊഴിലാളികളും, എല്ലാ വിവിധ സംഘടനകൾ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തു. ഇരിട്ടി ടൗണിനെ ഒരു നഗര സൗന്ദര്യവൽക്കരണം നടത്തുന്നതോടൊപ്പം ട്രാഫിക് പരിഷ്കരണവും കൃത്യമായി നടപ്പിലാക്കണമെന്ന തീരുമാനം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ 8:30 മുതൽ ഇരിട്ടി ടൗൺ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ നടത്തിപ്പോകുന്നത്. അതിന് CAയും പോലീസുകാരും അതുപോലെ നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അടക്കമുള്ള എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നാട്ടുകാർ സഹകരിക്കണം. നാട്ടുകാരുടെ ഒരു തീരുമാനം മാറ്റിയാൽ തന്നെ നമ്മുടെ ഇരിട്ടി ടൗൺ ഏറ്റവും നല്ല ടൗണായി മാറ്റാൻ നമുക്ക് സാധിക്കും. 1-ാം തീയതി മുതലാണ് ഈ തീരുമാനം ശക്തമായി നടപ്പിലാക്കുന്നത്. വണ്ടി അവിടെ ഇവിടെയും വെച്ച് പോകുന്നവർക്ക് വലിയ ഫൈനായിരിക്കും വരുന്നത്. നഗരസഭയുമായി സഹകരിച്ച് എല്ലാവരും പേ പാർക്കിംഗ് സംവിധാനമുണ്ട് 3 സ്ഥലത്ത്. അവിടെ പാർക്ക് ചെയ്യും. അതുപോലെ തന്നെ നേരം പോക്കിലും ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ ബൈക്കുകൾക്കെല്ലാം പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇരിട്ടി ടൗണിൽ സാധാരണ ആൾക്കാർക്ക് സാധനം വാങ്ങാൻ വരുമ്പോൾ ഉള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവർക്കൊരു അരമണിക്കൂർ 1 മണിക്കൂർ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ ജോലിക്ക് പോകുന്നവർ അത് ഒഴിവാക്കിക്കൊണ്ട് രാവിലെ വണ്ടി വെച്ച് പോകുന്നത് ഒഴിവാക്കി പാർക്കിങ്ങിലേക്ക് വെക്കണമെന്നാണ് ഒരു തീരുമാനം. ഒക്ടോബർ 1 മുതൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കും. നിയമം ലംഘിക്കുന്നവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശന നടപടിയും സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.